ഹലോ ഗൈസ്, നമ്മളിന്ന് എവിടോട്ടാ പോന്നെ? സഫാരി പാർക്ക്, ന്യൂസ്ലി സഫാരി പാർക്കിലാ പോന്നെ. എന്താന്ന് അറിയത്തില്ല, അവിടെ എല്ലാം ആനിമൽസ് റോം ചെയ്യാന്ന് പറയുന്നു. നമുക്കൊന്ന് എന്തായാലും ഒന്ന് പോയി നോക്കാം. ലിവർപൂളിലാണ് നമ്മുടെ ന്യൂസ്ലി സഫാരി പാർക്ക്. അപ്പം എങ്ങനാ വിടാം? ഓൾറെഡി ഇവിടെ ഇപ്പം ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്, 2 ആഴ്ച കുട്ടികൾക്ക്. അപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെ എവിടെയാണ് കൊണ്ടുവന്ന് വെച്ച് ന്യൂസിലോട്ട് വിടാമെന്ന് വെച്ചു. കുറേ നാളുകൊണ്ടേ ഉള്ള ഒരു പ്ലാനായിരുന്നു ന്യൂസിലോട്ട്. പിന്നെ അവിടെ മെയിനായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഫുഡ് സഫാരിയും ഡ്രൈവ് സഫാരിയും ഉണ്ട്. അപ്പോൾ ഫുഡ് സഫാരിയെക്കാട്ടിലും ഇച്ചിരിയും കൂടെ രസം ഡ്രൈവ് ആയിരിക്കും. നമുക്ക് അടുത്ത് എല്ലാ മൃഗങ്ങളെയും കാണാം. എല്ലാ മൃഗങ്ങളും നമ്മുടെ എന്തിനു പറയുന്നത്, നമ്മൾ കൂട്ടിക്കിടക്കുന്നു, അവർ നല്ല സ്വൈര്യമായിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന പോലെ അവരെല്ലാം നമ്മൾ അടുക്ക് വന്ന് നിൽക്കും. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഫുഡ് സഫാരിയെക്കാട്ടിലും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഡ്രൈവ് സഫാരിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കുട്ടികളെ കൊണ്ട് പോകാൻ ഏറ്റവും നല്ലൊരു പ്ലേസാണിത്. അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ അവിടെ കുറേ റൈഡുണ്ട്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലോട്ട് കയറിയാണ്. അവിടെ 4 സ്ലോട്ടായിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞങ്ങളിപ്പം ലാസ്റ്റ് വണ്ണാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇത് ഓൺലൈൻ ടിക്കറ്റ് എടുത്താണ്, ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി. അപ്പം ഞങ്ങൾ ന്യൂസ്ലി സഫാരി പാർക്കിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. കൗണ്ടർ ഓപ്പൺ ആണ്. ഞങ്ങൾ ഓൾറെഡി ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്താണ്. 84 pounds ഒരു ഫാമിലിക്ക്. അപ്പം ചെക്ക് ഇൻ ചെയ്യട്ടെ. നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഓൺലൈൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഡയറക്റ്റ് അവിടെ പോയി എടുക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആകും. അതേപോലെ ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്ക് കുറേ ഷോസ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ന്യൂസ്ലി ആപ്പ് ആരും ഡൗൺലോഡ് ചെയ്യാൻ മറന്നുപോലെ. ഇവിടെ ഇപ്പം സഫാരി പാർക്കിൽ ഇതേ ഞങ്ങൾക്ക് ഒരു ലീഫ്ലെറ്റ് ഒക്കെ കിട്ടി. അത് സഫാരി ഡ്രൈവ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പക്ഷേ കേട്ടോ, ഇത് കണ്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ എന്തോരെങ്കിലും ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് എളുപ്പത്തിന് നമുക്കൊരു ഐഡിയ ചെയ്യാം. ഓക്കെ, എളുപ്പത്തിന് ഞാൻ ന്യൂസ്ലി സഫാരിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സഫാരി ഡ്രൈവ് എന്നും പറഞ്ഞിട്ടുണ്ട്. 2 ഓപ്ഷൻ ഉണ്ട്, ഫുഡ് സഫാരി ആൻഡ് സഫാരി ഡ്രൈവ്. അപ്പോൾ സഫാരി ഡ്രൈവ് എടുക്കുക, അതിൽ സെലക്ട് ചെയ്യുക സ്റ്റാർട്ട് ട്രയൽ. അപ്പം നമുക്ക് റൂട്ട് കാണിക്കും, എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എല്ലാം കാണിക്കും. നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോവാം. അപ്പം വിട്ടാലോ? Let's go then. Look behind you. Look there. Papua. ഒരു ഡോർ തന്നിട്ടുണ്ട്. പെട്ടെന്ന് ലൈൻ വരണമെങ്കിൽ ക്ലോസ് ചെയ്യണ്ടേ അവർക്ക് വെളിയിൽ പോകാതെ. ലൈൻ ഉണ്ട് ഇല്ലേ? ലൈനാണോ? നമ്മൾ ഓരോ ആനിമലിൻ്റെ അടുക്ക് പോകുമ്പോഴും ഓഡിയോ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ആപ്പിൽ അവർ ഓരോ ആനിമലിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ്, എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയുള്ളതാണ് എല്ലാം പറയാം. അത് കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, അതിനെ പറ്റിയിട്ടൊക്കെ അറിയാം. പിന്നെ നമ്മളിവിടെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് കണ്ടില്ലേ, എന്ത് രസമുണ്ടല്ലേ കിടക്കുന്ന കാണാനല്ലേ. അങ്ങനെ ഓരോ ആനിമലിലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്ത് എന്തുവായിരുന്നു? ഏത് സോണിലായിരുന്നു? ഇപ്പം സോൺ 5 ആണ്. Zone 5. We got a long way to go. What's his name? It's ഇതാണ് Zone 9 ഇവിടെ. ഇതല്ലേ കാണുന്നത്? നോക്കിയേ, എൽസ് ഡിയർ. ഏത് സോണിലാ?
ആയിരുന്നു 8 Zone 8. കേട്ടോ. കേട്ടോ എല്ലാം ചന്തിയും കാണിച്ചോണ്ട് പോകാനുണ്ടോ? എല്ലാമാണ് റെക്കോർഡ് ചെയ്തത്. ഇത് മങ്കിയാടാ. സ്റ്റോപ്പ് ചെയ്യണം. ഇത് മങ്കിയാടാ. അതുകൊണ്ടാ ബാബു മങ്കി ധരിക്കുന്നത്. അമ്മ അവിടെ പോണു. ഇല്ലാണ്ടാ. ആ എന്തോടി ഇവിടുത്തെ ആനിമൽസ് ഒന്നും തിന്നിട്ടില്ല, നിനക്ക് ഇത്ര വിശപ്പ്? ചിച്ചാ പിന്നെ എല്ലാവരും ഫുഡ് കയ്യിൽ കരുതണം. അത് നല്ല ഒരു ഇച്ചിരി ചിലവൊക്കെ കുറയ്ക്കാൻ പറ്റിയൊരു മാർഗ്ഗം അതായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചു. നല്ല ചിലവാണ് നമുക്ക്. അറൗണ്ട് 45 pounds ആയി. നമ്മുടെ ചിൽഡ്രൻ മീൽസ് ഉൾപ്പെടെയാണ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ പാക്ഡ് ലഞ്ച് കൊണ്ടുപോവാണെങ്കിൽ എല്ലാം നമ്മുടെ ഓരോ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഫുഡ് കൈ കരുതുവാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് സൂവിൽ പോയപ്പോൾ റാപ്പൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരിയും കൂടെ നല്ലതായിട്ട് എന്നാ പറയുക, നമുക്ക് പൈസയൊക്കെ ലാഭിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മാക്സിമം സ്നാക്സ് കഴിക്കരുത്. പ്രത്യേകിച്ച് ഡ്രൈവ് ആണല്ലോ. അപ്പം കുട്ടികൾക്കാണേലും എന്തെങ്കിലും കഴിച്ചുകൊണ്ടൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് അവർക്ക് നമുക്ക് ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അറൗണ്ട് 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ഫുഡ് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. Many people believe the name white comes from the Afrikaans word veit, meaning wide lips. If you look closely, grass, and they do eat a lot of grass. Rhinos are the second largest living group of them is called a crash. White rhino are native to South Africa, but they are classed as near threatened in the wild. The main threat is poaching for their horn. Some people next one. അത് nasty വേടാ. നമ്മളിങ്ങനെ അകത്തോട്ട് വരും അങ്ങ് കേറി. പിന്നെ നമുക്ക് ഹലോ 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 സീറ്റ് ബെൽറ്റ് വരെ അതിന്റെ അടുത്ത് പോകും. സീബൽറ്റ് പോയല്ലേ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോ ഇട്ടാ മതി. ഹായ് ഹലോ ഇച്ചിരുന്നിട്ട് അപ്പെടുത്തില്ലേ അമ്മ കാറില്? അത് കാറിൽ ഒരു തട്ട് തട്ടിയാണ്ടല്ലോ കാറിന്റെ ഡിസൈൻ മാറിപ്പോവും. ഭയങ്കര കൊമ്പല്ലേ. റൈനോട് വെച്ച് ആഫ്രിക്കൻ സാവന. ലയണിനെ കാണണോ? എല്ലാം അവിടെ കിടക്കുന്നു. എന്തുകൊണ്ടത്? ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് പേരൊന്നും പറയുന്നില്ല. Can we stop here? നോ. എനിക്ക് ശരിക്കും കിട്ടിയില്ല. കേട്ടോ വരുമെന്ന് തോന്നുന്നു കേട്ടോ. അത് വെയിറ്റ് ചെയ്യാം. ആണ്ട് ഓടി വരുന്നു. ഓ വാ വാ വാ. ഓ സ്റ്റോപ്പ് ചെയ്ത്. അങ്ങോട്ടാ പോകുന്നത്. ഓ അടുത്ത് വരുന്നുണ്ട്. കൈവച്ചൊന്ന് ആക്ഷൻ കാണിക്കല്ലേ. ഡക്കോലുണ്ട് ഫേസ്. അങ്ങോട്ട് പോയി. ഡക്കിന്റെ ഫേസ്. എന്റെ മഴക്ക്
ഞാൻ ഫുഡ് ചോദിക്കാം കേട്ടോ. ബാക്കി ഇവിടെ വരാൻ കാര്യം അവിടെ നമ്മൾ കണ്ടില്ലേ എന്ന് കാണിച്ചത് കേട്ടാ. ഞാൻ ഓർത്ത് ഡോങ്കിയാണെന്ന്, പക്ഷെ അതിന്റെ പേരാണ് ഈസ്റ്റേൺ കിയാങ്. കണ്ടോ, അതിനെപ്പറ്റി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഹിയർ ഓൾ അബൌട്ട് ഈസ്റ്റേൺ കിയാങ് എന്നിട്ട അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കുന്നുണ്ടോ? They are related to donkeys and are the largest of the wild ass species. You can recognise them by their long ears, coarse mane and tail. You could find them in the wild up on the Tibetan Plateau, which is a region in China high up in the Himalayan mountain range. Up there, the vegetation they feed on is sparse, so they've become very hardy animals. They live in small, tight-knit groups led by an older female. They do everything together, from eating, drinking, grazing, and even turning in unison. Kiang are great swimmers. In the summer months, they love a dip in the water. When a Kiang wants to get your attention, you'll hear something like this. ഇവിടെ ആപ്പിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പം സോൺ 1 ഈസ്റ്റേൺ ഏഷ്യ എന്ന് പറയുന്നതാണ്, നമ്മുടെ ഏഷ്യയിൽ കാണപ്പെടുന്ന ബാക്ടീരിയൻ ക്യാമൽ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കേ. അവിടെ ക്യാമൽ, ഇവിടെ വന്ന് കാട്ടുപോത്ത് യാക്ക്, ഡൊമസ്റ്റിക് യാക്ക്. നമ്മുടെ പോത്തൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഡൊമസ്റ്റിക്. അപ്പുറത്തുണ്ട് നോക്കിയേ, ഡോങ്കിയോ എന്താ അത്? എന്നെ പേടിയെ കാണുന്നേ. കാണാൻ പറ്റുമോ? എനിക്കതിനകത്ത് കയറാൻ പറ്റില്ല. പിന്നീട് ഇവിടെ ഒരു ടൈഗർ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ടൈഗറിനെ പറ്റിയിട്ട് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പറയും. അതിൻ്റെ പുറയിലൊരു, ആ ചെവിയുടെ പുറയിലൊരു വൈറ്റ് കളർ ഒരു ഇതുണ്ടല്ലോ സ്പോട്ട്, അത് ശരിക്കും ഇവർക്ക് നേരെ അടുത്ത് വരുമ്പം അതിന് സെൻസ് ചെയ്യാൻ പറ്റും ആ വൈറ്റ് സ്പോട്ട് കൊണ്ട്. അപ്പം അത് പതുങ്ങിയിരുന്ന് ചാടി വീഴുമെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ പല്ലൊക്കെ കാണിച്ചു തന്നു. ഈ പല്ലിന് നല്ല നീളമാണ്, നമ്മുടെ ഒരു വിരലിൻ്റെയൊക്കെ എത്രയും നീളമുണ്ട്, നല്ല കനമുണ്ട്. ആ 4 മെയിനായിട്ട് ആ 4 കോമ്പല്ലെന്ന് പറയത്തില്ലേ, ആ കൂർത്ത പല്ല് വെച്ചിട്ടാണ് മെയിനായിട്ടിത് നമ്മളെ ഇരയെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഈ 4 പല്ലിന് പ്രത്യേകത എന്ന് വെച്ചാൽ അതിലൊരു ഞരമ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ മെയിൻ നെർവാണ് ഇതിനെ സെൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതിൻ്റെ ഇര അടുത്ത് വരുമ്പം ആ 4 പല്ല് വെച്ചിട്ടാണ് ആ മെയിനായിട്ടത് യൂസ് ചെയ്യുന്നത് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു ടൈഗറിനെ പറ്റിയിട്ട്. പിന്നെ അതിൻ്റെ ക്ലോസ് കാണിച്ചു തന്നു. അത് നല്ല വലിപ്പമുണ്ട്, നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലെ അല്ല, അത് നേരിട്ടാണ്, നല്ല വലിപ്പമുണ്ട് അതിന്. അപ്പം ടൈഗറിനെ പറ്റിയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് കുറേ ഫാക്ട്സ് പറഞ്ഞു അവർ. നല്ല രസമായിരുന്നു അതിനെ അടുത്തൊക്കെ കാണുമ്പോഴത്തേക്ക്. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ചെസ്റ്റർ സൂവിൽ പോയായിരുന്നു, അപ്പോഴും ഇത് കൂട്ട് തന്നെയായിരുന്നു. പക്ഷേ ചെസ്റ്റർ സൂവിലുള്ള അത്രയും ആനിമൽസ് ഇവിടെ ഇല്ല. പിന്നെ ഇത് കണ്ടോ, ഒരു പാലം, ഒരു നല്ല രസമായിരുന്നു ഇതിൽ കേട്ടോ. ഈ മോന് അത് പിടിച്ച് കുലുക്കി ഞങ്ങളെ ഇട്ട് താഴെ ഇടുമെന്നുള്ളത് നല്ല നല്ല രസമായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ടൈഗർ ഷോ. അപ്പം നമ്മൾ ഈ ഓരോ ആനിമലിൻ്റെ അടുക്ക് വരുമ്പോഴും അവരൊരു ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് ടോക്ക് എപ്പോഴാണ്. അപ്പം ഇതും റിമൈൻഡ് ചെയ്തേക്കണം. അപ്പം ഈ ആപ്പിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് അത് സെലക്ട് ചെയ്ത് കറക്റ്റ് ടൈം കാണിക്കും. അപ്പം നമുക്കത് സെലക്ട് ചെയ്ത് പോയാൽ മതി കറക്റ്റ്. ചിലത് 1:30, 2:30 അങ്ങനെ ഹാഫ് ആൻ അവർ ഗ്യാപ്പ് ഇട്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു സറൗണ്ടിങ് തന്നെ ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് റീച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഷോസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സീലിൻ്റെ നമ്മുടെ സീ ലയണിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. അതിനെപ്പറ്റി ഇതേപോലെ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഫാക്ട്സ് ഒക്കെ പറഞ്ഞു. അത് ഇനിയും വരുന്ന വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടത്. നല്ലതായിരുന്നു അത്. പിന്നീട് അങ്ങനെ കുറേ ആനിമൽസിനെ ഇതിനെ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഇരിപ്പ് എന്ത് ക്യൂട്ടല്ലേ, അതിൻ്റെ ഇരിപ്പൊക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിലുള്ള സൂവിലൊക്കെ ഉള്ളതിനേക്കാളും ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് സീ ലയൻ്റെ വന്ന് ഷോ നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതിന് രണ്ടിനും നെയിമുണ്ട്. ഇനി ഇരിക്കുന്ന റോജർ, നെക്സ്റ്റ് വന്ന ആർത്തർ, ഒരാളൂടെ ഉണ്ടായിരുന്നു ലൂയി എന്ന് പറയുന്നത്. അപ്പോൾ ലൂയി ഷോയ്ക്കില്ലായിരുന്നു. ഈ 2 പേരാണ് ഇവിടെ, റോജറും ആർത്തറും. നല്ല രസം. അവരെല്ലാം ഫോളോ ചെയ്യുന്നത് കാണാൻ നല്ല രസമായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് അവരെ റിങ് ഹോൾഡ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതും അവർ കറക്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് തോന്നും. ഇവരെങ്ങനെ ഇത്ര ട്രെയിനിങ് കൊടുത്ത് അതിനെ ഇതാക്കി എടുക്കുന്നത് കാണുമ്പോൾ. നല്ല ഫുള്ളായിരുന്നു, ഓഡിയൻസ് ഫുള്ളായിരുന്നു. ഹോളിഡേയ്സ് ആയതുകൊണ്ടായിരിക്കും ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു. Is the most likely to run down and cause trouble. Arthur is a great big mischief. He's very clever too, though. And don't let his song. Now, lots of people know that sea lions can balance. They'll move them around. That's because they're feeling which way the fish and the football are moving. If these two listen to the information the whiskers are giving them, they know which way to move their heads to stop the fish or the football from falling off. The whiskers, they're not strong enough to hold them up there. This is about skill and concentration. There's 2, there's 3, there's 4, nice and easy. The last one, we spin. Makes it faster and harder for Roger to catch. All right, around you, ready? You've got a tricky one? And there's that. Okay, so 3, go! He's away. Did he touch the high ball? Now, that job there, it's too easy for Roger. We are going to make it a lot trickier for you. A really good example of how mobile they really are. Look at that. He's away. He touched the high ball. അങ്ങനെ സീലാൻഡ് ഷോയൊക്കെ കഴിഞ്ഞു. നേരെ ഞങ്ങൾ റൈഡിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ റൈഡിൽ വന്ന് 16 പൗണ്ടാണ് ഒരു ചൈൽഡിന്. അപ്പം 2 പേർക്ക് കൂടെ അവിടുത്തെ 32 ആവും. പിന്നെ അഡൾട്ട് ഫ്രീ ആയിട്ട് കുറേ റൈഡ്സിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. പിന്നീട് ഞങ്ങൾ അതുകൂടെ ഒത്തിരി ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ച് റൈഡ്സിൽ 1-2 റൈഡ്സിലേ കയറിയുള്ളൂ. അപ്പം ഈ ട്രെയിൻ അത് കഴിഞ്ഞിട്ടൊരു ട്രെയിനിൽ കയറി. ഇതാണ് നമ്മുടെ ബേർഡ് ഷോ. ഇതിൽ പല തരത്തിലുള്ള ബേർഡ്സിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. വൾച്ചർ ഉണ്ടായിരുന്നു. വൾച്ചറിൻ്റെ ഏറ്റവും ലിറ്റിൽ വൺ, അതിന് പറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈഗിൾ, വൾച്ചർ, അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔൾ, അങ്ങനെ കുറേ
ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാം ഈ ബേർഡ്സിനെ ജസ്റ്റ് അവരുടെ നെയിം വിളിക്കുമ്പോഴത്തേക്ക് അത് എവിടുന്നോ പറന്നു വരും. ഈകളൊക്കെ അങ്ങനെയാണ് പറന്നു വന്നത്. ദൂരേന്ന് എവിടുന്നോ പറന്നു വന്നു. ഭയങ്കര ക്യൂട്ടാട്ടോ. അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടയ്ക്കൂടൊക്കെ ഇതിങ്ങനെ പറന്നു പോകും. ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകും. നല്ല രസമായിരുന്നു കാണാൻ. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അതിനെ നല്ല ഇതിനെല്ലാം ഭയങ്കര ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം അങ്ങനെ കുറേ ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ ഇടയ്ക്കൂടെ എല്ലാം ഓടി നടക്കും. നമുക്കിങ്ങനെ പേടിക്കണ്ട. ഇതാണ് വൾച്ചറിൻ്റെ ലിറ്റിൽ വണ്ണാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിന്. ഇതിൽ 10 പൗണ്ടാണ് ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. 2.5 പെർ ഹെഡ് 2.5 പൗണ്ട്. ഇതിൽ നമുക്ക് അഡൾട്ട്സിനും ടിക്കറ്റ് എടുക്കണം. മിക്ക റൈഡ്സിലും അഡൾട്ട്സിന് ടിക്കറ്റ് വേണം. നമുക്ക് ഫ്രീ ആയിട്ട് കൂടെ പോകാം. ഈ ട്രെയിൻ നല്ല രസമാണ്. അതിൻ്റെ അകത്ത് ഫുൾ ഒരു കൊച്ചൊരു ഫോറസ്റ്റ് പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും എല്ലാം പോയി നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും കറക്റ്റ് ആ ട്രെയിനിൻ്റെ സൗണ്ടും നമുക്ക് നമ്മുടെ ഒരു നോർമൽ ഒരു നാട്ടിലൊക്കെ ട്രെയിനിലിരിക്കുന്ന പോലെ ആ സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. ഹോൺ അടിക്കുന്നതും എല്ലാം ഉണ്ട്. നല്ല രസമായിരുന്നു ഇത്. ഈ ട്രെയിൻ യാത്രയ്ക്കിടയ്ക്കും നമുക്ക് കുറച്ച് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. അപ്പം ഈ കുട്ടികളൊക്കെ അതിൻ്റെയൊക്കെ പേരൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാരണം അവരെ സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നതാണല്ലോ ഇവിടുത്തെ ഓരോ ആനിമൽസിൻ്റെയൊക്കെ. അങ്ങനെ ഫുഡും കഴിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. ഈ തണുപ്പത്തും ഐസ്ക്രീം അവർക്ക് ഫേവറേറ്റ് അതാണല്ലോ. കഴിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും